കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻ്റഗ്രൽസ് യൂസിങ് ട്രിഗ്നോമെട്രിക് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ സൈൻ ക്യൂബ് എക്സും സൈൻ 3x സൈൻ 5x ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് ചെയ്തായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് കോസ് ക്യൂബ് എക്സിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ കോസ് ക്യൂബ് എക്സ് എങ്ങനെ വരും നമുക്ക് നോക്കാം. അതിന് നമുക്ക് ഹെഡിങ് കൊടുക്കാം, ഇൻ്റഗ്രൽസ് യൂസിങ് trigonometric. Integrals using trigonometry, that is cos cube x. Cos cube x equal to 3 coses plus cos 3x divided by 4. ഇതിന് ഇനി ഇൻ്റഗ്രലും ഡി എക്സിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. I equal to integral of cos cube x dx അങ്ങനെ പറഞ്ഞു കൊടുക്കാം. That's equal to integral 3 coses plus cos 3x divided by 4 dx. ഇന്നലെ നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞായിരുന്നു ഈ 4 എന്ന് പറയുന്നത് ഇതിനും ആപ്ലിക്കബിൾ ആണെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോന്നിലും എടുത്തിട്ട് ഡി എക്സ് ഇൻ്റഗ്രൽ ഇട്ടുകൊടുത്ത് ചെയ്യാം. അപ്പോൾ ഇൻ്റഗ്രൽ 3 coses ds പ്ലസ് 1/4 3/4 ഉണ്ട്, ഇവിടെ 4 ഉണ്ടല്ലോ. അപ്പോൾ 3/4 coses dx പ്ലസ് 1 ഇവിടുത്തെ 4 എടുത്തിട്ട് ഇങ്ങോട്ട് കൊടുക്കാം, 1/4 cos 3x dx. ഇവിടെ ഇൻ്റഗ്രൽ ഉണ്ട്. സോ ഇത് 3/4 പുറത്തേക്ക് എടുത്തു. 3/4 ഇൻ്റഗ്രൽ cos x dx എന്ന് പറഞ്ഞാൽ sin x ആവും, ദാറ്റ് ഈസ് sin x പ്ലസ് 1/4 പുറത്തേക്ക് എടുക്കാം, 1/4 ഇൻ്റഗ്രൽ cos 3x എന്ന് പറയുന്നത് sin 3x ഡിവൈഡ് ബൈ 3 എന്നാവും. അപ്പോൾ sin 3x ഡിവൈഡ് ബൈ 3 എന്ന് എഴുതാം. അപ്പോൾ അതെന്ന് പറയുന്നത് 3/4 ഇൻ്റഗ്രൽ ഇവിടെ ഇൻ്റഗ്രൽ കോസസ് ആണ് sin x. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ 3/4 sin x ആണ്. 3/4 sin x പ്ലസ് 1/4 എന്നുള്ളത് ഈ സ്റ്റെപ്പ് നമുക്കൊന്നുകൂടി ചെയ്ത് നോക്കാം. അതായത് ഇപ്പോൾ ഈ 3/4 പുറത്തെടുത്ത് എഴുതാം. 3/4 എടുത്ത് എഴുതി ഇൻ്റഗ്രൽ കോസസ് dx പ്ലസ് ഈ 1/4 പുറത്തെടുത്ത് 1/4 ഇൻ്റഗ്രൽ cos 3x dx എന്ന് എഴുതാം. അതെന്ന് പറയുന്നത് 3/4 cos x dx മീൻസ് sin x ആണ്. sin x പ്ലസ് ഈ 1/4 എടുത്ത് എഴുതാം. ഇൻ്റഗ്രൽ cos 3x dx എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ sin 3x ആണ്. sin 3x ഡിവൈഡ് ബൈ 3 എന്ന് എഴുതാം. അതെന്ന് പറയുന്നത് 3/4 sin x പ്ലസ് ഈ 1/4 ഈ 3 ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ 1/12 sin 3x എന്ന് വന്നു. അതിന് നമ്മൾ കോൺസ്റ്റൻ്റ് ഇട്ട് കൊടുക്കാം, പ്ലസ് സി എന്ന് വന്നു. ഇതാണ് നമ്മുടെ ആൻസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിപ്പോൾ cos സ്ക്വയർ എക്സ് എങ്ങനെയാണ് 3 coses പ്ലസ് cos 3x ഡിവൈഡ് ബൈ 4 കിട്ടിയെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ കാണാം. ഓക്കെ, ബൈ.